എല്ലാവരും ഒന്നിച്ചുണ്ടല്ലോ. എന്താ വിശേഷം? നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതായത് വരുന്ന ഇലക്ഷനിൽ നമ്മുടെ രാമുവിനെ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണം. അതെയോ? വെരി ഗുഡ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കളക്ടറുടെ എല്ലാ സപ്പോർട്ട് നമുക്കുണ്ടാവുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന എങ്ങനെയാണെന്നും ഞങ്ങൾക്കറിയില്ല. അതിനെല്ലാം കളക്ടറുമാണ് ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത്. അതെ, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്തു തരാം. അതിന് രാമുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ ഇലക്ഷന് നിൽക്കാൻ പറ്റും? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല, റേഷൻ കാർഡില്ല. ഇങ്ങനെയുള്ളവർക്ക് വോട്ടവകാശമില്ലെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചട്ടത്തിലുള്ളത്. റേഷൻ കാർഡിനായിട്ട് എത്രയോ തവണ അലിഞ്ഞു നടന്നിരിക്കുന്നു. സ്വന്തമായ വീട്, അതിനൊരു നമ്പർ, പിന്നെ എന്തൊക്കെയോ കൊണ്ടില്ലാൻ പറഞ്ഞു. അഡ്രസ് പോലും ഇല്ലാത്തവർക്ക് ഇതൊക്കെ എവിടെ നിന്നുണ്ടാവാനാ? എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ പറന്നു വീണത്, ഇവിടെ തന്നെയാ ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എന്നാലും ഈ നാട്ടിൽ തിരിച്ചറിയൽ രേഖയില്ലാതെ ഇലക്ഷന് നിൽക്കുന്നത് ചട്ടത്തിന് വിരുദ്ധമാണ്. ഇത്തരം ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നിൽക്കാൻ നിയമമില്ലെന്നോ? ജനങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല രാമു. തിരിച്ചറിയൽ രേഖ വേണ്ടേ? തിരിച്ചറിയൽ. ഞങ്ങളൊരു ചായ വാങ്ങി കുടിച്ചാലും, അസുഖമുള്ള കുഞ്ഞിനൊരു ബ്രെഡ് വാങ്ങിച്ചാലും, മരുന്നോ ഗുളിയോ വാങ്ങിച്ചാലും അതിലൊരു പങ്ക് കാശ് സർക്കാരിലേക്കല്ലേ പോകുന്നത്. ഞങ്ങളുടെ കാശ് മാത്രം സർക്കാരിന് വേണം. എന്നാലും ഞങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ മാത്രം തരത്തില്ല. എന്ത് ചെയ്യാനാ രാമു? അതാണ് നമ്മുടെ നാടിന്റെ നീതി നിയമം. ഒന്ന് ഞാൻ പറയാം, ഞങ്ങൾക്ക് ഈ ചട്ടവും നിയമമൊന്നും അറിയില്ല. നിങ്ങളപ്പോ പറഞ്ഞല്ലോ ഇന്ന നീതി ഇന്ന വകുപ്പ്. ഇതൊക്കെ എന്നെ പോലെ അറിവില്ലാത്തവർക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കും മാഡം. പാപ്പാ പോവാ.